രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മരണത്തിന്റെ രഹസ്യം തേടിയുള്ള യാത്ര കഠോപനിഷത്ത് 6ാമത്തെ എപ്പിസോഡാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. 1ാമത്തെ ചാപ്റ്ററിൽ 5ഉം 6ഉം മന്ത്രങ്ങളാണ് ഇന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് പ്ലേലിസ്റ്റിലുണ്ട്. ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പം നാരായണീയത്തിൻ്റെ ക്ലാസ് ഇതുപോലെ ലഭിക്കും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയും ക്ലാദിനി ശക്തിയുമായ സാക്ഷാൽ രാധാറാണി, രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിച്ചിരിക്കുകയാണ്. ബുധനാഴ്ചയാണ് നമ്മുടെ കഠോപനിഷത്ത്. വ്യാഴാഴ്ച സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന അഷ്ടപതിയുടെ ക്ലാസ്സാണ്. രാധാ കൃഷ്ണന്മാരെ ഒന്നിച്ച് പ്രസാദിപ്പിക്കാൻ കിട്ടുന്ന അവസരം. അഷ്ടപതി ക്ലാസ് കേൾക്കുക, അർത്ഥമറിഞ്ഞ് ഒരു ശ്ലോകമെങ്കിലും വായിക്കുക. എല്ലാ വെള്ളിയാഴ്ചയുമാണ് ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർ ഞാൻ കൊല്ലത്തുള്ളതാണ്, ഇവിടെ വന്നാൽ മതി. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും എറണാകുളം കോട്ടയം ഇവിടെ നിന്നൊക്കെ എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും ഒക്കെ വെവ്വേറെ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ ഫോൺ നമ്പർ 9645333999. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ അഷ്ടാവക്രഗീത പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത് കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ കേൾക്കണം. ശ്രീബുദ്ധൻ്റെ കഥകൾ മുഴുവനും, ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ത്രസിപ്പിക്കുന്ന കഥകൾ അത് ഞാൻ പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹിന്ദുക്കൾ അറിയേണ്ടവ, ക്ഷേത്രങ്ങളെ കുറിച്ചുള്ളത്, ജ്യോതിഷം, ഇതെല്ലാം നിങ്ങൾ കേൾക്കുക. പിന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ കുറേ ഉപയോഗമുള്ള വീഡിയോസ് ഉണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ.
ബർസാനിയവാരി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് ഉപനിഷത്ത് ആരംഭിക്കാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്, കാണണം. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെ ഞാൻ ഇട്ടിട്ടുണ്ട്. കൃഷ്ണപ്രിയ പാടിയിട്ടുണ്ട്, വരികൾ ഇല്ലാതെയുമുണ്ട്. പിന്നെ രാധാ കവചം അത് രണ്ടുണ്ട്, അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. അതുകൂടാതെ നമ്മുടെ കൃഷ്ണപ്രിയ അത് പാടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് 5ാമത്തെ മന്ത്രമാണ്. 5ാമത്തെ മന്ത്രം നമുക്ക് പാടിത്തരുന്നത് കസ്തൂരിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കൃഷ്ണപ്രിയ നാരായണീയം കേൾക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം, കൃഷ്ണപ്രിയയല്ല കൃഷ്ണശ്രീ. നാരായണീയം പാടിയിടുന്ന കൃഷ്ണശ്രീ, കൃഷ്ണശ്രീയുടെ അമ്മയായ കസ്തൂരിയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന് അതിമനോഹരമായി അതിൻ്റെ എല്ലാ ഇതും ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്നു. അപ്പൊ കസ്തൂരി തൻ്റെ മനോഹരമായ സ്വരത്തിൽ അത് പാടുന്നത് കേട്ടുകൊള്ളൂ. ബഹുനാമീമി പ്രഥമോ ബഹുനാമീമി മധ്യമഃ കിം സ്വിമസ്യ കർത്തവ്യം യന്മയാദ്യ കരിഷ്യാദി. അപ്പോൾ നമ്മുടെ കസ്തൂരി അത് മനോഹരമായി പാടിത്തന്നത് കേട്ടല്ലോ. ഇനി നമുക്ക് ഉപനിഷത്ത് പഠിക്കുന്നവർക്കുള്ള മന്ത്രമുണ്ട്. ആ മന്ത്രം ചൊല്ലിയിട്ട് നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവധു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി നമുക്ക് ശ്ലോകം. ബഹുനാമേമി പ്രഥമോ ബഹുനാമേമി മധ്യമ കിം സിമസ്യ കർത്തവ്യം യന്മയാ അദ്യ കരിഷ്യാദി. നിങ്ങൾ കസ്തൂരി പാടിയപ്പോൾ അതിനകത്ത് ഞാൻ വരികൾ എഴുതി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ വിരൽ കൊണ്ടൊന്ന് തൊട്ടാൽ നിൽക്കും. പോസ് ചെയ്തിട്ട് അത് എഴുതിയെടുത്താൽ മതി. അപ്പം നിങ്ങൾ അർത്ഥം എഴുതിക്കോ. ബഹുനാം, ബഹുനാം വളരെ പേരുടെ കൂട്ടത്തിൽ. ബഹുനാം എന്ന് പറഞ്ഞാൽ വളരെ പേരുടെ കൂട്ടത്തിൽ, കോമ ഒരർത്ഥവും കൂടെ, മക്കളുടെ കൂട്ടത്തിൽ. ഇവിടെ സന്ദർഭം വെച്ച് അങ്ങനെ വരും, മക്കളുടെ കൂട്ടത്തിൽ. ഏമി, ഏമി കഴിയുന്ന, കഴിയുന്ന. പ്രഥമോ, പ്രഥമോ ഒന്നാമനായി, കോമ ഉത്തമനായി. രണ്ടർത്ഥമുണ്ട്, ഒന്നാമനായി ഉത്തമനായി. മധ്യമ അർത്ഥം മധ്യത്തിലുള്ളവനായി. കിം എന്ത്. അടുത്തത് കിം സിമസ്യ അർത്ഥം എഴുത് എന്തായിരിക്കും. കിം സിമസ്യ അർത്ഥം എന്തായിരിക്കും. മയ എന്നെ കൊണ്ട്, എന്നെ കൊണ്ട്. അദ്യ ഇപ്പോൾ. കരിഷ്യാദി ചെയ്യേണ്ടതായി, എന്നെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതൊരു കുഞ്ഞു ശ്ലോകമാണ്, അത് ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ അടുത്ത ശ്ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഈ ശ്ലോകത്തിലും ചില തത്വങ്ങളുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ. നചികേതസ് വിചാരിക്കുകയാണ്, പിതാവിന് പുത്രന്മാർ ഒരുപാടുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഉത്തമനായിട്ടോ മധ്യമനായിട്ടോ മാത്രമേ ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനാൽ യമന് കൊടുക്കുന്നത് കൊണ്ട് അച്ഛൻ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്, എന്ത് കടമയാണ് അച്ഛൻ നിർവഹിക്കുന്നത്. അപ്പൊ നചികേതസിന്റെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയുമാണ്. നചികേതസ് ചിന്തിക്കുകയാണ്, എൻ്റെ അച്ഛന് എന്നെ കൂടാതെയും മക്കൾ ഒരുപാടുണ്ട്. ആ മക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഉത്തമനോ മധ്യമനോ ആണ്, അധമനല്ല. അപ്പം മധ്യമനായോ ഉത്തമനായോ നിൽക്കുന്ന എന്നെ അച്ഛൻ യമന്, മൃത്യുദേവന് കൊടുക്കും, മരണത്തിന് കൊടുക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്.
ഓർമ്മിക്കുക, നമുക്ക് ശ്രീരാമൻ ആധ്യാത്മരാമായണം അയോധ്യാകാന്ഡമാണെന്ന് തോന്നുന്നു. ആധ്യാത്മരാമായണം അയോധ്യാകാന്ഡം. അയോധ്യാകാന്ഡത്തിനകത്ത് തൻ്റെ ദുഃഖിതനായ പിതാവിനോട് ശ്രീരാമൻ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഉത്തമനായ മക്കൾ 3 തരമാണ്. ഉത്തമരായ മക്കൾ 3 തരം. അതായത് ഉത്തമരായ എന്നല്ല, മക്കൾ 3 തരം. 1 ഉത്തമൻ, 2 മധ്യമൻ, 3 അധമൻ. ഉത്തമൻ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ, നമുക്ക് ചേർത്ത് മാതാപിതാക്കളുടെ എന്ന് പറയാം. മനസ്സിലായില്ലേ? മാതാപിതാക്കളുടെ, ശരിക്കും രാമൻ പറയുന്നത് പിതാവിൻ്റെ, പക്ഷെ അതവിടെ സന്ദർഭം വെച്ച് പിതാവെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം മാതാപിതാക്കളുടെ മനസ്സിലിരിപ്പ് ഊഹിച്ചറിഞ്ഞ് അവർ പറയുന്നതിന് മുൻപായിട്ട് അത് ചെയ്യുന്നവനാരോ അവനാണ് ഉത്തമനായ പുത്രൻ. അപ്പം മാതാപിതാക്കളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അത് ഊഹിച്ചറിഞ്ഞിട്ട് അവർ പറയുന്നതിന് മുമ്പായി ചെയ്യുന്ന മകനാണ് ഉത്തമൻ. ഇനി 2 മധ്യമൻ. മാതാപിതാക്കളുടെ മനസ്സ് ഊഹിച്ചറിയാനൊന്നും നിൽക്കുന്നില്ല, അവൻ അതിനുള്ള കഴിവുമില്ല. പക്ഷെ മാതാപിതാക്കൾ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പോയി ചെയ്യുന്നവനാണ് മധ്യമൻ. 3 മാതാപിതാക്കൾ ആജ്ഞാപിച്ചാൽ പോലും അത് ചെയ്യാത്തവനാണ് അധമൻ. അവൻ മാലിന്യ കൂമ്പാരമാണ്. അപ്പൊ 3 തരത്തിലാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ചിന്തിക്കണം, നിങ്ങൾ ഉത്തമനാണോ, മധ്യമനാണോ, അധമനാണോ? സാക്ഷാൽ ശ്രീരാമ ഭഗവാന്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൽ ഏതാണ് നിങ്ങളെന്നും നിങ്ങളുടെ മക്കൾ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നും ഒന്ന് ചിന്തിച്ചേ. നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതിനകത്ത് ഉത്തമനാണോ? നിങ്ങളുടെ മാതാപിതാക്കളുടെ ആവശ്യം അവർ പറയാതെ തന്നെ കണ്ടറിഞ്ഞ് ചെയ്യുന്നു, അതോ അവർ പറഞ്ഞിട്ട് ചെയ്യുന്നു, അതോ അവർ പറഞ്ഞിട്ടും ചെയ്യുന്നില്ലേ? ഇനി നിങ്ങളുടെ മക്കൾ ഇതിനകത്ത് ഏതിൽ പെടുന്നു? അപ്പം നചികേതസ് ചിന്തിക്കുകയാണ്, ഞാൻ ഉത്തമനായ ഒരു മകനല്ലെങ്കിൽ പോലും ഞാൻ മധ്യമനെങ്കിലുമാണ്. കാരണം ഈ പയ്യൻ ഒരു കുട്ടിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരു കുട്ടിയാണിത്. ഒരു കുട്ടിക്കങ്ങ് ഉത്തമനിലേക്ക് വളരാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ പറയുകയാണ്, നചികേതസ് കരുതുകയാണ്, ഞാൻ മധ്യമനാണ്, ഒരിക്കലും ഞാൻ അധമനല്ല. സാധാരണഗതിയിൽ ഒരു മകൻ അധമനാകുമ്പോഴാണ് ഒരു പിതാവ് പറയുന്നത്, നീ അങ്ങ് ചത്താ മതിയടാന്ന്. അതായത് മൃത്യുവിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷ, നീ അങ്ങ് ചത്താ മതിയായിരുന്നു, നീ ഇല്ലാതിരുന്നാ മതിയായിരുന്നു. ഏത് സമയത്ത് നിന്നെ ജനിപ്പിച്ചോ എന്തോ, നിന്നെ ജനിപ്പിച്ച സമയത്ത് വാഴ വെച്ചാ മതിയായിരുന്നു. ഇത് കൊല്ലംകാരുടെ ഒരു ഭാഷയാണ്. ജനിപ്പിച്ചാൽ വാഴ വെച്ചാ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നത് അധമനായ മകന്റെ മുഖത്ത് നോക്കിയാണ്. അപ്പൊ നചികേതസ് ചിന്തിക്കുകയാണ്, ഞാൻ ഒരിക്കലും അധമനല്ല, ഞാൻ മധ്യമനാണ്. അപ്പം മധ്യമനായിരിക്കുമ്പോൾ അച്ഛൻ എന്തിനാണ് എന്നെ മൃത്യുവിന് ദാനം ചെയ്യുമെന്ന് പറഞ്ഞത്? എൻ്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലൗകിക സുഖം, ലൗകിക നേട്ടം മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അച്ഛൻ എന്ത് ചെയ്താലും അതിൽ നിന്നൊരു നേട്ടമുണ്ടാക്കണം. അങ്ങനെ ഉള്ളപ്പോൾ എൻ്റെ പിതാവിന് എന്നെ മൃത്യുദേവന് കൊടുത്തിട്ട് എന്ത് നേടാനാണ്? ലൗകികമായ ഒരു നേട്ടവുമില്ല. കാരണം മൃത്യുദേവൻ ആരെയും സ്നേഹിക്കുന്ന ദേവനല്ല, ഇഷ്ടമുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ദേവനുമല്ല യമൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് മാത്രവുമല്ല, മൃത്യുദേവൻ ഒന്നു മാത്രമേ കൊടുക്കൂ, അത് മരണമാണ്. അത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം മൃത്യു ആരെയും സ്നേഹിക്കാത്ത ഒരാളാണ്, ഇഷ്ടമുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒന്നും കൊടുക്കുന്ന ഒരാളല്ല. അങ്ങനെയുള്ള മൃത്യുവിന് എന്നെ അച്ഛൻ കൊടുക്കണം എന്ന് പറയണമെങ്കിൽ അതിനകത്ത് മറ്റൊരു സംഗതി ഇരിപ്പുണ്ട്. അച്ഛൻ പെട്ടെന്നുണ്ടായ ഒരു കോപം കൊണ്ട് മാത്രമല്ല അത് പറഞ്ഞത്, എൻ്റെ അച്ഛനെ കൊണ്ടത് പറയിപ്പിച്ചതാണ്. ആര്? യമദേവൻ. യമദേവന് എന്തെങ്കിലും ഒരു സത്യം അല്ലെങ്കിൽ ഒരു ധർമ്മം എന്നിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് എൻ്റെ പിതാശ്രീയെ ഒരു ഉപകരണമാക്കി മാറ്റി. ഇവിടെയാണ് നചികേതസും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ അച്ഛൻ നീ ചത്താ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉടക്കാൻ നിൽക്കും.
ഇവിടെ നചികേതസ് വേറിട്ട വഴിയിലൂടെയാണ് ചിന്തിക്കുന്നത്. നചികേതസ് വിചാരിക്കുന്നത് മൃത്യുദേവൻ ആർക്കും ഒരു നല്ല കാര്യം നൽകുന്ന ആളല്ല, മരണം മാത്രമേ കൊടുക്കൂ. അച്ഛനാകട്ടെ ലൗകിക സുഖ നേട്ടങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നത്. അപ്പൊ എൻ്റെ പിതാവിന് എന്നെ മൃത്യുദേവന് കൊടുത്തിട്ട് ഒന്നും നേടാനില്ല, പിന്നെ ഞാനാകട്ടെ അധമനുമല്ല. അപ്പം മൃത്യുദേവൻ എന്നെ കൊണ്ട് എന്തോ സാധിക്കാനുണ്ട്. എന്തായാലും ഇതൊരു അനുഗ്രഹമാണ്. കാരണം യമന്റെ അടുക്കലേക്ക് പോകണം, മൃത്യുദേവന്റെ അടുക്കൽ നിന്ന് തന്നെ ജനന മരണ രഹസ്യം അറിയണം. മനസ്സിലായില്ലേ? പുലിയുടെ രഹസ്യം അറിയാൻ അതിൻ്റെ മടയിൽ ചെന്ന് കയറണം എന്ന് പറയുന്നത് പോലെ മൃത്യുദേവന്റെ അടുക്കൽ നിന്ന് തന്നെ ഇതറിയണം. തികച്ചും വ്യത്യസ്തനായ ഒരു പുത്രനാണ് നചികേതസ്. മറ്റു മക്കൾ ചിന്തിക്കുന്നത് പോലെ അല്ല ഇവിടെ നചികേതസ് ചിന്തിച്ചിരിക്കുന്നത്. തൻ്റെ അച്ഛൻ തൻ്റെ മൃത്യുദേവന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും നചികേതസിന് യാതൊരു പരിഭവവും ഇല്ല. ഇത് യമന്റെ നിശ്ചയമാണ് എന്ന് നചികേതസ് കരുതുന്നു. ഇനി അടുത്ത ശ്ലോകം, അത് നമ്മുടെ കസ്തൂരിബായി ചൊല്ലുന്നത് കേട്ടോളൂ. അനുപശ്യ യഥാ പൂർവേ പ്രതിപശ്യ തഥാ പരേ സസ്യമിവ മർത്യഃ പശ്യതേ സസ്യമിവാജായതേ പുനഃ. അപ്പോൾ കസ്തൂരി അത് പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞു തരാം. അനുപശ്യ യഥാ പൂർവേ പ്രതിപശ്യ തഥാ അപരേ സസ്യമിവ മർത്യ പച്യതേ സസ്യമിവ ജായതേ പുനഃ. അർത്ഥം എഴുതിക്കോ. അനുപശ്യ, അനുപശ്യ പിന്നോട്ട് നോക്കിയാലും തിരിഞ്ഞു നോക്കിയാലും എന്നാണ് അർത്ഥം. പിന്നോട്ട് നോക്കിയാലും. യഥാ പൂർവേ, പൂർവികന്മാർ എങ്ങനെയായിരുന്നു എന്ന്, അതാണ് യഥാ പൂർവേ, പൂർവികന്മാർ എങ്ങനെയായിരുന്നു എന്ന്. പ്രതിപശ്യ, പ്രതിപശ്യ നേരിട്ട് നോക്കിയാലും, ചിന്തിച്ചു നോക്കിയാലും. അങ്ങനെ രണ്ടർത്ഥം ഇവിടെ ചെയ്യും. ഒന്ന് നേരിട്ട് നോക്കിയാലും, രണ്ട് ചിന്തിച്ചു നോക്കിയാലും എന്നാണ് അതിൻ്റെ അർത്ഥം. തഥാ അതുപോലെ, അവരെ മറ്റുള്ളവരെ പറ്റിയും, സസ്യം ഇവ സസ്യത്തെ പോലെ, മർത്യ മനുഷ്യൻ, പച്യതേ പാകം വന്ന് നശിക്കുന്നു. പച്യതേ പാകം വന്ന് നശിക്കുന്നു. പാകം എന്ന് പറഞ്ഞാൽ വിളഞ്ഞ്, ഇപ്പോൾ ഒരു നെല്ലാണെങ്കിൽ നെൽക്കതിരൊക്കെ പിടിച്ച് നല്ല വിളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നശിക്കുന്നു. അതാണ് പാകം വന്ന് നശിക്കുന്നു. ആ ജായതേ ജനിക്കുകയും ചെയ്യുന്നു. മനസ്സിലായ? സസ്യമിവ എന്ന് പറഞ്ഞാൽ സസ്യത്തെ പോലെ, മർത്യ മനുഷ്യൻ, പച്യതേ പാകം വന്ന് നശിക്കുന്നു, ആ ജായതേ ജനിക്കുകയും ചെയ്യുന്നു. ബ്രാക്കറ്റിൽ മുളച്ചു വരുന്നു എന്നും കൂടെ എഴുതണം. കാരണം ഇവിടെ സസ്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മുളച്ചു വരുന്നു എന്ന അർത്ഥവും യോജിക്കും. പുന വീണ്ടും. അപ്പൊ എന്താണ് ഇവിടെ നമ്മുടെ നചികേതസ് തൻ്റെ പിതാവിനോട് പറയുകയാണ്, അല്ലയോ പിതാവേ, അങ്ങൊന്ന് തിരിഞ്ഞു നോക്കിയാലും അങ്ങയുടെ അച്ഛൻ അപ്പൂപ്പന്മാര് ധർമ്മമാർഗത്തിലൂടെ ജീവിച്ചവരാണ്. അങ്ങയുടെ പൂർവികരെപ്പോഴും ധർമ്മത്തിൽ അടിയുറച്ചു നിൽക്കുകയും അവർ പറയുന്ന വാക്ക് പാലിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഇന്നും വിവേകികളായിട്ടുള്ളവർ നമ്മുടെ കുടുംബത്തിലുണ്ട്. അവരുടെ പെരുമാറ്റവും നോക്കുക. അവരും ധർമ്മമാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവരും പറഞ്ഞ വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്താ ചെയ്യേണ്ടത്? എന്നെ മരണത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ വാക്കങ്ങ് പാലിക്കണം. പക്ഷേ അതിൽ വിഷമിക്കണ്ട. കാരണം വയലുകളിലെ സസ്യങ്ങളുണ്ടല്ലോ, അത് പാകമായി കഴിയുമ്പോൾ അത് നശിക്കുന്നു. ആ നശിച്ച സസ്യം വീണ്ടും മുളയ്ക്കുന്നു. അങ്ങനെ അത് വീണ്ടും തിരിച്ചു വരുന്നു. ഇതുപോലെ ഒരു മനുഷ്യനും എന്തു ചെയ്യുന്നു? അത് പാകമാകും. അപ്പോൾ ഒരു മനുഷ്യൻ പാകമായി കഴിയുമ്പോൾ അവൻ ക്ഷയിക്കും. എന്നിട്ട് അവൻ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിച്ചു കേട്ടോ. എന്നെ ആർക്കാണ് കൊടുക്കുന്നതെന്ന് 3 തവണ അടുപ്പിച്ച് ചോദിച്ചപ്പോൾ നചികേതസിന്റെ പിതാവിന് കോപം വന്നു. കോപം വന്നാൽ നമ്മുടെ ബുദ്ധി മറയും. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്കറിയില്ല.
അപ്പൊ കോപത്തിൽ എന്ത് വിളിച്ചു പറഞ്ഞു? നചികേതസേ, നിന്നെ ഞാനെ മരണത്തിന് കൊടുക്കുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് കോപം തീർന്നു കഴിയുമ്പോൾ നമുക്ക് ബോധം തെളിയും. അപ്പോൾ എന്ത് പറ്റുന്നു? കോപം തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്താണ് ഈ കാണിച്ചത്? എൻ്റെ മകനെ മരണത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്തൊരു പിതാവാണ്! മകനോടുള്ള വാത്സല്യം തിരിച്ചെത്തി. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ദുഃഖം വന്നു. അതുകൊണ്ടാണ് മുൻകോപം ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു പിതാവ് ഒരു പുതിയ കാർ എടുത്തുകൊണ്ട് വന്നു. നോക്കിയപ്പോൾ കാണാം ഒരു കൊച്ചു കുട്ടി വന്ന് അതിനകത്ത് ഒരു കൊച്ച് ഇരുമ്പ് കഷണമെടുത്ത് എന്തോ ഇങ്ങനെ കുത്തി കുഴിക്കുന്നു. പിതാവിന് ദേഷ്യം വന്നു. പുതിയ കാറല്ലേ, കൊച്ചിനെ എടുത്തിട്ട് അങ്ങ് ആട്ടിച്ച് അവനെ അങ്ങ് ശരിയാക്കി കളഞ്ഞു. പുതിയ കാർ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അമ്മ പറഞ്ഞു, അതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ. അപ്പൊ എഴുതിയിരിക്കുകയാണ്, അച്ഛനെ ഞാൻ സ്നേഹിക്കുന്നു. കണ്ടോ? ഒരു നിമിഷം അത് നോക്കിയിരുന്നെങ്കിൽ അടിക്കത്തില്ലായിരുന്നു. അപ്പൊ കോപം സർവനാശത്തിനും കാരണമാണ്. ഓർമ്മിക്കുക, നിങ്ങൾ മുൻകോപിയാണെങ്കിൽ നിങ്ങളെ ആരും ഇഷ്ടപ്പെടില്ല. നിങ്ങളെല്ലാവരും വെറുക്കപ്പെട്ടവരായി ജീവിക്കേണ്ടി വരും. ഇങ്ങനെ കോപം വരുമ്പോൾ നിങ്ങൾ പലതും പറയും. ഇവിടെ നചികേതസിന്റെ അച്ഛനും കോപം വന്നപ്പം പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? നിന്നെ ഞാൻ മരണത്തിന് കൊടുക്കും. അറിയാതെയാണെങ്കിലും ആ വാക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് പാലിച്ചേ പറ്റത്തുള്ളൂ. കൊടുക്കുക തന്നെ വേണം. ഓർമ്മിക്കുക, ഇന്ന് ഈ ജന്മത്ത് മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ? എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ മക്കൾ കാണത്തില്ല ചിലർക്കൊക്കെ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണെന്ന്? കഴിഞ്ഞ ജന്മത്ത് ഇതുപോലെ മക്കളെടുത്ത് നിങ്ങൾക്ക് ദേഷ്യം വരുന്ന ഉടനെ നിങ്ങൾ എന്താ പറയും? ഇതിലും ഭേദം മക്കൾ ഇല്ലാതിരിക്കുന്നതായിരുന്നു. ഉണ്ടോ? ഒറ്റയടി അടിക്കും, ഇതിലും ഭേദം മക്കൾ ഇല്ലാതിരിക്കുന്നതായിരുന്നു. നിങ്ങൾ എന്തു പറയുന്നുവോ അത് നിങ്ങളുടെ ഉപാസനാമൂർത്തിക്ക് സാധിച്ചു തരണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലും ഭേദം മക്കളില്ലാതെ ആകുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അടുത്ത ജന്മം നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകില്ല. അപ്പൊ ഈ ജന്മത്ത് നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ കഴിഞ്ഞ ജന്മം ഇതുപോലെ കോപം മൂലം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി തെറ്റ് തിരുത്തി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അടുത്ത ജന്മം നിങ്ങൾക്ക് നിശ്ചയമായും എന്തുണ്ടാകും? മക്കളുണ്ടാകും. ഈ ജന്മത്തും അതിൻ്റെ പ്രായം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഓർത്ത് പറഞ്ഞ് പ്രായച്ചിത്ത പരിഹാരം ചെയ്ത് 41 നിർമാല്യവും തൊഴുതാൽ നിങ്ങൾക്ക് മക്കളുണ്ടാകും. അപ്പൊ കോപം വരുമ്പോൾ എന്താണോ നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾക്ക് തന്നെ അറിയില്ല. പക്ഷെ കോപം തീർന്നു കഴിഞ്ഞാലും ആ വാക്കിൻ്റെ വില അങ്ങനെ തന്നെ കിടക്കുമെന്നറിയുക. അപ്പോൾ നചികേതസ് തൻ്റെ പിതാവിനോട് പറഞ്ഞു, അങ്ങ് പെട്ടെന്ന് കയറി അങ്ങനെ പറഞ്ഞു. അത് അങ്ങയുടെ കോപം കൊണ്ട് മാത്രമല്ല, എന്നെ കൊണ്ട് യമനൊരു ധർമ്മം നിർവഹിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് കൂടിയാണ്. അങ്ങ് ദുഃഖിക്കരുതേ. ദേ നോക്കൂ, വയലിൽ നിൽക്കുന്ന സസ്യങ്ങൾ കണ്ടിട്ടില്ലേ? അത് വിളഞ്ഞ് പാകമായി കഴിയുമ്പോൾ ആ സസ്യങ്ങൾ കൊഴിഞ്ഞു വീഴും അല്ലെ? നമ്മൾ വയലിൽ നെല്ലെല്ലാം മുളച്ചു കഴിഞ്ഞ് നമ്മളത് കൊയ്തെടുക്കും. ഇനി ആ നെല്ലിനൊന്നും ചെയ്യാനില്ല. അതോടെ അത് കൊഴിഞ്ഞു വീഴും. അത് വീണ്ടും പൊട്ടിമുളയ്ക്കും. ഇതുപോലെ നമ്മൾ ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വളരും. പിന്നെ നമുക്ക് ക്ഷയം തുടങ്ങുകയാണ്, നമ്മൾ നശിച്ചു തുടങ്ങുകയാണ് വാർദ്ധക്യത്തിലേക്ക്. ഒടുവിൽ നമ്മൾ മരണം. അങ്ങനെ മരിച്ചു കഴിയുമ്പോഴോ പുനർജന്മം കിട്ടി വീണ്ടും ബാല്യം, വീണ്ടും വാർദ്ധക്യം. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെ തുടങ്ങിയോ അവിടെ ചെന്ന് അവസാനിക്കുകയാണ്. നിങ്ങൾ ജനിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു, മരിച്ചു കഴിഞ്ഞ് വീണ്ടും ഏതിലേക്ക് വരുന്നു? ജനനത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ പറയുന്നത് ജീവിതം ഒരു ചക്രരൂപത്തിലാണ്. പാശ്ചാത്യർ പറയും നേർരേഖയിലാണെന്ന്. അല്ല, നമ്മൾ പറയുന്നത് ജീവിതം ഒരു ചക്രരൂപത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സംസ്കൃതത്തിൽ ലോകം എന്നതിന് ഉള്ള പദം സംസാര എന്നാണ്. ഈ സംസാര എന്നതിനർത്ഥം ചക്ര എന്നാണ്. ഈ ലോകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാല്യം, യൗവനം, വാർദ്ധക്യം, മരണം, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായ? അത് വെച്ചിട്ടാണ് നമ്മുടെ ദേശീയ പതാകയിൽ അശോക ചക്രം വെച്ചിരിക്കുന്നത്.
അശോക ചക്രവർത്തി ഈ സ്തൂപം നിർമ്മിച്ചപ്പോൾ അത് കൊത്തിച്ചേർത്തത് എന്തുകൊണ്ടാണ്? ബുദ്ധന്റെ വാക്കുകൾ ഓർമ്മയുണ്ട്. ബുദ്ധനാ പറഞ്ഞത്, നീ ഇതിൽപ്പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓർമ്മിക്കുക, ദൈവം എന്ന വാക്ക് ഒരിക്കൽ പോലും ഉച്ചരിച്ചിട്ടില്ലാത്ത ബുദ്ധൻ വരെ പുനർജന്മമുണ്ടെന്ന് പറയുകയും തൻ്റെ ഇതിനു മുമ്പുള്ള 500-ൽ പരം ജന്മങ്ങളെക്കുറിച്ച് ആ ബുദ്ധൻ വ്യക്തമായി പറയുകയും ചെയ്ത്. അതാണ് ബുദ്ധന്റെ ജാതക കഥകൾ. നിങ്ങൾക്ക് ഞാൻ വളരെ വ്യക്തമാക്കി തരാം. നിങ്ങൾക്ക് തോന്നും നമ്മൾ മരിച്ചു വീഴുന്ന നമ്മൾ എങ്ങനെയാണ് ജനിക്കുന്നതെന്ന്. ശ്രദ്ധിച്ചു കേട്ടോളൂ. മാവിൽ ഒരു മാമ്പഴം നിൽക്കുന്നു. അത് നന്നായി അങ്ങ് പഴുത്തെന്ന് കരുതുക. അത് നന്നായി പഴുത്ത് അടർന്നു വീണു. അടർന്നു വീണപ്പോൾ കാക്കയും അണ്ണാനും ഒക്കെ വന്ന് കൊത്തി തിന്നു. ആ മാമ്പഴത്തിന്റെ മാംസള ഭാഗം ദാ തീർന്നുകൊണ്ടിരിക്കുക. കാക്ക വന്ന് കൊത്തി തിന്നു, അണ്ണാൻ വന്ന് തിന്നു, പുഴുക്കൾ വന്ന് തിന്നു. അതിനുശേഷം അവരവരുടെ പാട്ടിന് പോകും. ആ മാങ്ങാണ്ടി അവിടെ അങ്ങനെ കിടക്കുകയാണ്. അടുത്ത മഴക്കാലം വരുമ്പോൾ, അനുകൂല കാലാവസ്ഥ വരുമ്പോൾ ഈ മാങ്ങാണ്ടി പൊട്ടിമുളച്ച് അടുത്ത മാവായി വീണ്ടും മാങ്ങ വരും. മനസ്സിലായോ? വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായ? മാമ്പഴം പഴുത്ത് കഴിയുമ്പോൾ അത് അടർന്ന് താഴെ വീണു, അത് മരിച്ചു. അതിൻ്റെ ശരീരം മൊത്തം, മാംസളമായ ഭാഗം മുഴുവനും കാക്കയും അണ്ണാനും പിന്നെ എറുമ്പുകളും ഒക്കെ വന്ന് തിന്നു. പക്ഷെ മാങ്ങാണ്ടി അവിടെ കിടക്കുകയാണ്. അനുകൂല സാഹചര്യം വരുമ്പോൾ ഇതേ മാങ്ങാണ്ടി പൊട്ടിമുളച്ച് വീണ്ടും വൃക്ഷമായി, വീണ്ടും അവൻ മാമ്പഴമായി, വീണ്ടും പഴുത്ത് താഴെ വീഴും. അല്ലെങ്കിൽ നമ്മൾ അതിനെ എടുത്ത് പഴിപ്പിച്ച് തിന്നിട്ട് ഈ അണ്ടി എടുത്ത് ദൂരത്തോട്ടെറിയും. അവസരം കിട്ടുമ്പോൾ അവൻ വീണ്ടും പൊട്ടിമുളച്ച് വരും. ഇതുപോലെ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മാംസളമായ ഈ ഭാഗങ്ങളൊക്കെ അങ്ങ് പോകും. പക്ഷേ മാങ്ങാണ്ടി ഉണ്ട്, അതാണ് ആത്മാവ്. അത് വീണ്ടും പൊട്ടിമുളയ്ക്കും, വരും. അതുകൊണ്ട് എൻ്റെ പിതാവേ, ഞാൻ മൃത്യുവിൻ്റെ അടുക്കൽ പോയാലും വീണ്ടും മറ്റൊരു രൂപത്തിൽ തിരിച്ചു വരും. ആരും മരിക്കുന്നില്ല പിതാവേ. എല്ലാവരും എവിടുന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. നോക്കൂ, ഇപ്പം നമ്മൾ എവിടുന്നോ ഒരിടത്തുനിന്ന് വന്നതാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എവിടുന്നാണോ ഭൂമിയിലേക്ക് വന്നത് അവിടേക്ക് തിരിച്ചു പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. പുനർജന്മത്തിൻ്റെ മറ്റൊരു കാര്യം, ഗംഗാനദി ഹിമാലയത്തിലെ ഗംഗോത്രി എന്ന സ്രോതസ്സിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആ ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിച്ച് അത് ഒഴുകി സമുദ്രത്തിൽ ചെന്നങ്ങ് വീഴും. അതിനെ തുടർന്ന് ബാഷ്പരൂപത്തിൽ ഇത് ആകാശത്തിലേക്ക് ഈ ഗംഗാനദി ഉയരുന്നു. ബാഷ്പമായി വെയിലേറ്റ് ബാഷ്പരൂപത്തിൽ നീരാവിയായിട്ട് അതങ്ങോട്ട് ഉയരുന്നു. അത് പിന്നീട് തണുത്ത് ഘനീഭവിച്ചു മേഘങ്ങളാകുന്നു. മേഘങ്ങളായി വീണ്ടും മഴത്തുള്ളികളായി വന്ന് ഗംഗോത്രിയിൽ വർഷിക്കും. അവിടുന്ന് അത് വീണ്ടും ഇങ്ങനെ ആ ജലം ഗംഗയിലൂടെ ഒഴുകും. അങ്ങനെ ഗംഗോത്രിയിൽ നിന്ന് പുറപ്പെട്ട ജലം സമുദ്രത്തിൽ ചെന്ന് പതിച്ച് ആവിയായി മേപ്പോട്ട് പോയി മേഘങ്ങളായി കട്ടിപിടിച്ച് വീണ്ടും മഴയായി വന്ന് ഗംഗോത്രിയിലെത്തും. മാമ്പഴമാകട്ടെ, ആ മാമ്പഴത്തിൻ്റെ മാംസള ഭാഗം മുഴുവനും പക്ഷികൾ കൊത്തിത്തിന്ന് എറുമ്പരിച്ചു കഴിയുന്നു. പക്ഷേ മാങ്ങാണ്ടി വീണ്ടും പൊട്ടിമുളച്ച് വരും. അതുപോലെ പിതാവേ, ഞാനും എന്ത് ചെയ്യും? തിരിച്ചു വരും. അതുകൊണ്ട് പിതാവ് ദുഃഖിക്കണ്ട. അപ്പം അതിൽ നിന്ന് മനസ്സിലായി, പിതാവ് കോപമടങ്ങിക്കഴിഞ്ഞപ്പോൾ മകനെ മരണത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞതിൽ അദ്ദേഹം എന്തു ചെയ്യുന്നു? വിഷമിക്കുന്നു. എന്നിട്ട് മകൻ പറഞ്ഞു, പിതാവേ, വീണ വാക്കും തൊടുത്ത അമ്പും തിരിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങ് പറഞ്ഞു കഴിഞ്ഞു എന്നെ മരണത്തിന് കൊടുക്കുമെന്ന്. നമ്മുടെ പൂർവികരൊക്കെ ധർമ്മമാർഗത്തിലൂടെ പോയവരാണ്. അതുകൊണ്ട് പിതാവേ, അങ്ങയുടെ വാക്കു പാലിക്കാൻ എന്നെ അനുവദിച്ചാലും മരണത്തിൻ്റെ അടുക്കലേക്ക് എന്നെ പറഞ്ഞു വിട്ടാലും മൃത്യുവിൻ്റെ രഹസ്യങ്ങളുമായി ഞാൻ തിരിച്ചു വരും പിതാവേ. മൃത്യുവിൻ്റെ രഹസ്യങ്ങളുമായി ഞാൻ തിരിച്ചു വരും പിതാവേ. എന്നെ അനുഗ്രഹിക്കൂ, വാക്കുപാലിക്കൂ, മൃത്യുദേവന്റെ അടുക്കലേക്ക് പോകാൻ അനുവദിക്കൂ. ഞാൻ വാക്ക് തരുന്നു, മൃത്യുവിൻ്റെ രഹസ്യവുമായി ഞാൻ വരും. അങ്ങനെ പിതാവിന് നിവർത്തിയില്ലാതെ എന്തു ചെയ്യുന്നു? നചികേതസിനെ മൃത്യുദേവന്റെ അടുക്കലേക്ക് പോകാൻ അനുവദിക്കുകയാണ്. അതെ, മൃത്യുദേവന്റെ അടുക്കലേക്കുള്ള നചികേത
നചികേതസിന്റെ യാത്ര ആരംഭിക്കുകയാണ്. മൃത്യുവിന്റെ രഹസ്യങ്ങൾ തേടിയുള്ള യാത്ര തുടങ്ങുകയാണ്. കാത്തിരിക്കൂ, കാത്തിരിക്കൂ. മൃത്യുവിന്റെ അതിനിഗൂഢമായ രഹസ്യങ്ങൾ, മൃത്യുവിന്റെ അതിനിഗൂഢമായ രഹസ്യങ്ങൾ, നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത രഹസ്യങ്ങൾ, അമ്പരന്നിരിക്കുന്ന രഹസ്യങ്ങൾ. അത് കേൾക്കുന്നതോടുകൂടി മരണഭീതി മാറുന്നു, മരണത്തെ പുഞ്ചിരിയോടുകൂടി നേരിടാൻ പറ്റുന്നു, പുനർജന്മത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതേ പിതാവിന്റെ അനുഗ്രഹം തേടി മൃത്യുദേവന്റെ ലോകത്തിലേക്ക് യാത്രയാകുന്നു നചികേതസ്. മൃത്യുവിന്റെ രഹസ്യങ്ങളുമായി മടങ്ങി വരും. കാത്തിരിക്കൂ അടുത്ത ബുധനാഴ്ച. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.